വിവാഹദിനത്തിലെ മംഗളമുഹൂർത്തം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം മൂവാറ്റുപുഴയിലെ ആ മലയാളി യുവാവ് മരണത്തിലേക്ക് മറഞ്ഞതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ മലയാളി സമൂഹം ഒന്നടങ്കം. തകർന്നടിഞ്ഞ ആ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ബോധം വീണപ്പോൾ വധുവായ ജസ്നി കാണുന്നത് തന്റെ പ്രിയപ്പെട്ടവൻ ചോരയൊലിച്ച ശരീരവുമായി നെഞ്ചിൽ തലചായ്ച്ച് കിടക്കുന്നതാണ്. ഒരു നഴ്സ് കൂടിയായ ജസ്നിക്ക് തന്റെ പ്രിയപ്പെട്ടവൻ മരണപ്പെട്ടുവെന്ന് തിരിച്ചറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. 10 വർഷം മുൻപ് ഒരു ചർച്ചിൽ വെച്ച് തുടങ്ങിയ പ്രണയമാണ് മൂവാറ്റുപുഴ സ്വദേശി ഡേവും തിരുവല്ല സ്വദേശിനി ജസ്നിയും തമ്മിലുള്ള വിവാഹത്തിലേക്ക് വഴിയൊരുക്കിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ഇവരുടെ മംഗല്യം നടന്നത്. അറ്റ്ലാന്റ എയർലൈൻസിൽ പൈലറ്റായി ജോലി ചെയ്യുന്ന ഡേവിന് വിവാഹ സമ്മാനമായി കമ്പനി നൽകിയതായിരുന്നു ഹെലികോപ്റ്റർ. ഇതിലെ ആദ്യ യാത്രയാണ് അപകടത്തിൽ കലാശിച്ചത്. ചടങ്ങുകൾക്ക് ശേഷം രാത്രിയോടെയാണ് പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് പോകാനായി ഇരുവരും ഹെലികോപ്റ്ററിൽ കയറിയത്. എന്നാൽ യാത്ര തിരിക്കുന്ന സമയത്ത് പുറത്ത് കനത്ത മഴയും മൂടൽമഞ്ഞും ഉണ്ടായിരുന്നു. ഒരു പൈലറ്റായ ഡേവിന് ഈ കാലാവസ്ഥയിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ലെന്ന് തോന്നിയിരുന്നു. ഈ മൂടൽമഞ്ഞിൽ ഞാനാണെങ്കിൽ ഒരിക്കലും പറത്തില്ല എന്ന് ഡേവ് പിതാവിനോട് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഉയരത്തിൽ പറക്കുകയാണെങ്കിൽ പ്രതിസന്ധി മറികടക്കാമെന്ന് ഹെലികോപ്റ്റർ പൈലറ്റ് ഉറപ്പ് നൽകിയതോടെ അവർ യാത്ര തുടരുകയായിരുന്നു. വിമാനത്താവളം ലക്ഷ്യമാക്കി പറന്നുയർന്ന ഹെലികോപ്റ്റർ കനത്ത മൂടൽമഞ്ഞിൽപ്പെട്ട് നിയന്ത്രണം നഷ്ടമായി വൻമരങ്ങളുടെ ചില്ലകളിൽ ഇടിക്കുകയായിരുന്നു. വിജനമായ കാട്ടുപ്രദേശത്താണ് ഹെലികോപ്റ്റർ പതിച്ചത്. വനപ്രദേശമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് അപകടസ്ഥലം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. കനത്ത മഞ്ഞും തണുപ്പും നിറഞ്ഞ ആ കാട്ടിൽ പരിക്കുകളോടെ ജസ്നിക്ക് തന്റെ പ്രിയപ്പെട്ടവന്റെ ജീവനറ്റ ശരീരത്തിനൊപ്പം 6 മണിക്കൂറോളമാണ് ചിലവഴിക്കേണ്ടി വന്നത്. വേദനയേക്കാൾ അവളെ തളർത്തിയത് തന്റെ ജീവനായവൻ ഇനി തിരികെ വരില്ലെന്ന തിരിച്ചറിവായിരുന്നു. രക്ഷാപ്രവർത്തകർ അത്യന്തം ദുഷ്കരമായ പാതയിലൂടെ എത്തി ജസ്നിയെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുത്ത് നോർത്ത് ഈസ്റ്റ് ജോർജിയ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു. അപകടത്തിൽ ഹെലികോപ്റ്റർ പൈലറ്റും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. പൈലറ്റിന്റെ തീരുമാനങ്ങൾക്ക് ഡേവ് വഴങ്ങിയതാണെങ്കിലും ഡേവിന്റെ ആശങ്കകൾ ശരിവെക്കുന്ന രീതിയിലായിരുന്നു അവിടെ കാലാവസ്ഥ വില്ലനായത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബത്തിന്റെ വേരുകൾ മൂവാറ്റുപുഴ വിട്ടൂരിലാണ്. വിട്ടൂർ എബനേസർ സ്കൂളിലെ അധ്യാപകനായിരുന്ന KT ജോർജിന്റെ മകനാണ് ഡേവിന്റെ പിതാവ് ഫിജി ജോർജ്. ഡേവിന്റെ സഹോദരി ജുവലും ഈ വലിയ ആഘാതത്തിൽ നിന്നും മുക്തയായിട്ടില്ല. മകന്റെ വിവാഹ സന്തോഷം പങ്കുവെച്ച് 1 മാസം മുമ്പാണ് ഫിജി നാട്ടിൽ നിന്നും മടങ്ങിപ്പോയത്.